കുക്കറിലേക്ക് വൃത്തിയാക്കി വെച്ച ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 3-4 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിക്കുക. അപ്പോഴേക്ക് നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു നുള്ളു ജീരകവും 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉള്ളിയും ഇട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് ഈ ചക്കക്കുരു കുക്കറിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ നല്ല ഉടഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പ് ചേർത്ത് റെഡിയാക്കി വെച്ച ചക്കക്കുരുവിൻ്റെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ച വറ്റൽമുളകും കടുകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.